ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയായിരുന്നു മാർക്കോയ്ക്ക് ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷ ഒട്ടും തെറ്റിക്കാതെ സിനിമ വലിയ ഹിറ്റാവുകയും ചെയ്തു. ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് അധികം സ്വീകാര്യത കിട്ടാത്ത സ്ഥലങ്ങളിലടക്കം മാർക്കോയ്ക്ക് തിയേറ്ററുകൾ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 100 സ്ക്രീനുകളിലാണ് കൊറിയയിൽ സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ പാൻ ഇന്ത്യൻ ഹിറ്റായ ബാഹുബലിക്കടക്കം കൊറിയയിൽ 30 സ്ക്രീനുകളാണ് ലഭിച്ചത്. അതുപോലെ ജനുവരി 1 സിനിമയുടെ തെലുങ്ക് വെർഷൻ ഇറങ്ങിയിരുന്നു. അതിലെ ആദ്യ ദിവസം തന്നെ 1.5 കോടി രൂപയാണ് കളക്ട് ചെയ്തത് മാർക്കോ സിനിമ കളക്ട് ചെയ്തത്. ഈ ഒരു വലിയ വിജയം ഉണ്ണിമുകുന്ദനെ അർഹിച്ചതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. സിനിമ ഇതുപോലെയൊക്കെ വിജയമാണ് എന്ന് പറഞ്ഞാലും ഇതുവരെയും 100 കോടി കളക്ഷൻ എത്തി എന്നുള്ള വാർത്തയൊന്നും വന്നിട്ടില്ല. 100 കോടിക്ക് അടുത്തെത്താറായി എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോഴും സിനിമയ്ക്ക് നല്ല രീതിയിൽ തന്നെ ആളുകൾ വരുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ മാസം ഡിസംബർ 20 സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. സിനിമ ഏകദേശം 12 ദിവസം കഴിഞ്ഞിട്ടും 100 കോടി എത്തിയിട്ടില്ല എന്നതിനർത്ഥം സിനിമ വലിയ വിജയം അല്ല എന്നല്ല, യഥാർത്ഥ കണക്കുകളാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്നത് എന്നാണ്. അല്ലാതെ ചില താരരാജക്കന്മാരെ പോലെ സിനിമ ഇറങ്ങി 2ാമത്തെ ദിവസം 100 കോടി എത്തി എന്ന് പറഞ്ഞുകൊണ്ട് കേക്ക് മുറിക്കുന്നില്ല. താരരാജാവ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരുപാട് താരരാജാക്കന്മാരുണ്ടല്ലോ, അതിലാരെങ്കിലും ഒരാളായിരിക്കും. അതുപോലെ മാർക്കോ സിനിമയെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യുവതാരങ്ങളും വരുന്നുണ്ട്. മലയാളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. മറ്റൊരു താരത്തിന് സിനിമ ഇറങ്ങുമ്പോൾ അതിനെ പാര വയ്ക്കാതെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പാരവെപ്പില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് ഇവർക്ക് അറിയാം. എന്തായാലും ആഗോളതലത്തിൽ വലിയ സപ്പോർട്ടാണ് മാർക്കോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അരി വാങ്ങാൻ ചിലർ കുറ്റം പറഞ്ഞത് ഒഴിച്ചാൽ പൊതുവെ എല്ലായിടത്തും സിനിമയ്ക്ക് നല്ല സപ്പോർട്ടുമാണ് ലഭിക്കുന്നത്.